ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഐസ് ബ്രേക്കിംഗ് എന്ന് പറയുന്ന ഒരു സെഷൻ ഉണ്ട് അല്ലെ. എന്ത് ഈ ഐസ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാല്, ഞാൻ ഈ സെഷൻ എടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നോട്ട്ബുക്കും പേന ഉണ്ടല്ലോ, ഉണ്ട്. എന്താണ് ഈ ഐസ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത്? മഞ്ഞുരുക്കുക എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഏതാ? ഇൻഹിബിഷൻസിനെയൊക്കെ ഇല്ലാതാക്കുക. എന്തിനു വേണ്ടിയിട്ട്? ഇതെന്തിനു വേണ്ടി ചെയ്യുന്ന? ഫ്ലെക്സിബിൾ ആവുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാവോ? എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു ക്രൗഡ് വന്നു കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും പേരറിയാം, എല്ലാവരുടെയും വേറബിൾസിനെ കുറിച്ച് ആൾക്കാർക്ക് അറിയാം. അപ്പൊ എങ്ങനെ ഐസ് ബ്രേക്കിംഗ് നടന്നു? അപ്പൊ ഈ ഐസ് ബ്രേക്കിങ്ങിന്റെ ആവശ്യമുണ്ടോ? ഇതാണ് എന്റെ ചോദ്യം. ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാം. അപ്പോൾ ഐസ് ബ്രേക്കിങ്ങിന്റെ ആവശ്യമുണ്ടോ? ഇങ്ങനെ വിചാരിക്കാം, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് നന്നായിട്ട് അറിയാമെന്ന് വിചാരിക്കാം, പേരറിയാം, എവിടെയാണ് താമസിക്കുന്നത് അറിയാം, അങ്ങനെ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. എങ്കിൽ നിങ്ങൾക്ക് ഐസ് ബ്രേക്കിങ്ങിന്റെ ആവശ്യമുണ്ടോ? ഉണ്ട്. ഇല്ല. ഉണ്ട്. എന്തുകൊണ്ട്? പല ചിന്തകളുമായിട്ടാണ് ഇരിക്കുന്നത്. ഇത് മറ്റൊരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഈ ട്രെയിനിങ് പ്രോഗ്രാമിന് എന്ത് വേണം? ഒരു ഐസ് ബ്രേക്കിംഗ് വേണം. പക്ഷെ സാധാരണ ഐസ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? അതെങ്ങനെ ചെയ്യുന്നത്? ഐസ് ബ്രേക്കിംഗ് ചെയ്യുന്നത് എങ്ങനെയാ? നമ്മളൊന്ന് റിലാക്സ്ഡ് ആക്കി ഇരുത്തും. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണല്ലോ എങ്ങനെയാ ചെയ്യുന്നത്? അതിന്റെ പ്രധാന കോണ്ടന്റ് എന്തൊക്കെയാ? ഗെയിം കാണിക്കും. പിന്നെ ഗെയിം ഉണ്ടാവും. പിന്നെ ടാലന്റിനെ എക്സ്പ്ലോർ ചെയ്യും. ശരിക്കും ഐസ് ബ്രേക്കിംഗിൽ ആക്ടിവിറ്റി ഉണ്ടാവുള്ളൂ, ഗെയിം ഇല്ല. അത് പ്രോഗ്രാം ആക്ടിവിറ്റി ഉണ്ടാവുള്ളൂ. എന്താ ആക്ടിവിറ്റിയും ഗെയിമും തമ്മിലുള്ള വ്യത്യാസം? നമ്മുടെ ഈ റൂമിന്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്ന ഒരു ആക്ടിവിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതെന്താണ്? അത് ആക്ടിവിറ്റിയാണ്. അവിടെ പോയി മിണ്ടുക, ഇവിടെ വന്ന് മിണ്ടുക, ആ പേര് ചോദിക്കുക, അതല്ലെങ്കിൽ ചോദിക്കാത്തൊരു ചോദ്യം ചോദിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതെന്തായി? അതൊരു ആക്ടിവിറ്റി. പക്ഷെ ഗെയിം എന്ന് പറഞ്ഞാൽ എന്താ? അതിനൊരു സ്ട്രക്ചർ ഉണ്ടാവും. ഗെയിമിനൊരു സ്ട്രക്ചർ ഉണ്ടാവും. ആ ഗെയിം എന്ന് പറയുന്നത് നിങ്ങൾ കളിക്കേണ്ടതാ, അല്ലെങ്കിൽ നിങ്ങൾ കളിപ്പിക്കേണ്ടതാ. അത് എവിടെ ഉപയോഗിക്കില്ല? അത് ഐസ് ബ്രേക്കിംഗിൽ ഉപയോഗിക്കില്ല. ഗെയിം ഉപയോഗിക്കില്ല ഐസ് ബ്രേക്കിംഗിൽ. ഐസ് ബ്രേക്കിംഗിൽ ഏത് ഉപയോഗിക്കുള്ളൂ? ആക്ടിവിറ്റി ഉപയോഗിക്കുള്ളൂ. നമുക്ക് ഒരു ചെറിയൊരു എക്സാമ്പിൾ ചെയ്യാം. ഇപ്പൊ നിങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുള്ളവരായതുകൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നത് കൊണ്ടും എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യാം. ആദ്യം നമുക്ക് വേണ്ടത് ഈ കസേരകളെല്ലാം സൈഡിലേക്ക് മാറ്റിയിടണം. പക്ഷെ അത് മാറ്റിയിടുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കാം. ഒന്ന് എഴുതേക്കാവോ? ഒന്ന് തിരിച്ചിടാമോ? കസേര തിരിച്ചിടാമോ? ഇങ്ങനെ ഈ കസേരകൾ സൈഡിലൂടെ നന്നായിട്ട് ഭിത്തിയോട് ചേർത്ത് ഇങ്ങനെ സർക്കിൾ ആയിട്ട് അങ്ങോട്ട് ഇടുക. അപ്പൊ നമുക്ക് എല്ലാ കസേരകളും എന്ത് ചെയ്യാൻ പറ്റും? സൈഡിലേക്ക് മാറ്റിയിടാൻ പറ്റും.